വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 4 വചനങ്ങൾ 21 മുതൽ 34 വരെ. പിന്നെയും യേശു അവരോട്, ആരെങ്കിലും വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കുമോ? അത് ഉയർന്ന തണ്ടിന്മേലല്ലയോ വയ്ക്കേണ്ടത്? വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്നതും പരസ്യപ്പെടാതെ രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൻ പ്രകാരം നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾക്ക് അത് വർദ്ധിച്ചു വരികയും ചെയ്യും. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതും കൂടെ എടുക്കപ്പെടും. പിന്നെയും യേശു പറഞ്ഞു, ഭൂമിയിൽ വിത്ത് വിതച്ചിട്ട് ഒരുവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും ഇരിക്കുമ്പോൾ അതിനറിയാതെ തന്നെ ആ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു ദൈവരാജ്യം. എന്നാൽ ആദ്യമേ ഞാറും പിന്നെ കതിരും ഒടുവിൽ കതിരിൽ നിറഞ്ഞ മണികളും ഉണ്ടായി. ഭൂമി ഫലം ഉൽപ്പാദിപ്പിക്കുന്നു. ഫലം പാകമാകുമ്പോൾ കൊയ്ത്ത് അടുത്തതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. പിന്നെയും യേശു പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തും? ഏതിനോടതിനെ ഉപമിക്കാം? അത് കടുകുമണി പോലെ ആകുന്നു. ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെക്കാളും അത് ചെറുതാണ്. വിതയ്ക്ക് ശേഷം അത് വളർന്ന് സകല ചെടികളെക്കാളും വലുതായി അതിന്റെ തണലിൽ പക്ഷികൾ വസിക്കുവാൻ തക്കവണ്ണം വലിയ കൊമ്പുകൾ പുറപ്പെടുവിക്കുന്നു. അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയും വിധം ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് യേശു അവരോട് സംസാരിച്ചത്. ദൃഷ്ടാന്തങ്ങൾ കൂടാതെ അവൻ അവരോട് ഒന്നും സംസാരിച്ചിരുന്നില്ല. എന്നാൽ അവന് ശിഷ്യന്മാർ മാത്രമായിരിക്കുമ്പോൾ സകലവും അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു. എല്ലാവർക്കും ഇരിക്കാം. നമ്മളിന്ന് വായിച്ചതായ തിരുവചനങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും, ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, ഇപ്പോൾ വായിച്ചു കേട്ടതായ മർക്കോസിന്റെ സുവിശേഷം, ഇവയെല്ലാം നമ്മൾ എണ്ണചേർത്ത് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഈ വേദവായനക്കുറിപ്പ് ഇങ്ങനെ എഴുതിയത് ദൈവാത്മ നിയോഗത്തിൽ നമ്മുടെ പിതാക്കന്മാരാണ്. പിതാക്കന്മാർ എങ്ങനെ വിശുദ്ധരായി തീർന്നു, തലയോട് ചേരുന്ന ഉടലായി, അവരെങ്ങനെ സൽഗുണപൂർണരായി, അവരെങ്ങനെ ദൈവത്തിന്റെ ഭവനമായി, അവരുടെ കബറിൽ ചെല്ലുന്നവർക്ക് പോലും അനുഗ്രഹം കിട്ടുവാൻ തക്കോണം അവരുടെ അസ്ഥികൾ എങ്ങനെ അനുഗ്രഹമുള്ളതായി തീർന്നു. ഈ ചോദ്യത്തിന് മറുപടിയാണ് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങൾ നമുക്ക് തരുന്നത്. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ ചില ബന്ധങ്ങളുണ്ട്, പരസ്പര പൂരകങ്ങളായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. ഒരേ പരിശുദ്ധാത്മാവ് പലരെ കൊണ്ട് പല കാലങ്ങളിൽ എഴുതിച്ചത് എല്ലാം ഒരേ കാര്യത്തിന്റെ പല വശങ്ങളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ പറ്റിയ ഉൾക്കാഴ്ചകൾ ഇതിനകത്തുണ്ട്. ആ ഉൾക്കാഴ്ചകൾ വിശ്വാസമായും പ്രത്യാശയായ ദൈവസ്നേഹമായി മാറുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി നമുക്ക് കർത്താവിനെ പോലെ ആകാനും കർത്താവിനോളം വളരുവാനും കർത്താവ് ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മളെ കൊണ്ട് ജയിപ്പിക്കാൻ ചില വലിയ കാര്യങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നു. നമുക്കതിന് ക്രെഡിറ്റ് തരാൻ വേണ്ടിയാണ്. കർത്താവിനെ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടല്ല. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ബാക്കി നമ്മളെ കൊണ്ട് ജയിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഇത്രയും നാളായിട്ടും കർത്താവ് ചെയ്തതെല്ലാം ചെയ്തോ, കർത്താവ് ഇതിനൊക്കെ വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ ദൈവം നമ്മളെ ഒരുക്കി മെരുക്കി അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞത് ചെയ്തോ, അതിന് കർത്താവ് കൃപായകം നീട്ടി നമ്മളെ കൊണ്ടു നടക്കുകയാണ്. നമ്മളിന്ന് വായിച്ചതായ തിരുവചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ യേശു അവരോട്, ആരെങ്കിലും വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വയ്ക്കുമോ? അത് ഉയർന്ന തണ്ടിന്മേലത്ര വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ വചനം നമ്മുടെ അനുദിന ജീവിതത്തിലെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് അന്ധകാര ലോകമാണ്. പിശാചാണ് ഭരിക്കുന്നത്. പിശാചിന്റെ സ്വഭാവം കള്ളം പറയുകയും കള്ളം പറയുന്നവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കള്ളം പറയുകയും കള്ളം പറയുന്നവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുക. നമ്മളും ചില കള്ളങ്ങളൊക്കെ വിശ്വസിക്കാനും പറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വിദഗ്ധമായിട്ടാണ് പിശാച് കള്ളം പറയുന്നത്, നേരാണെന്ന് തോന്നുള്ളൂ. പിശാച് ഈ ലോകത്തെ ബന്ധനത്തിൽ അല്ലെങ്കിൽ അന്ധകാരത്തിൽ കുടുക്കിയിട്ടിരിക്കുന്നത് പിശാചിന്റെ ബോഷ്കു കൊണ്ടാണ്. ബോഷ്കു കൊണ്ടാണ് പിശാചിന്റെ രാജ്യം സ്ഥാപിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മാതാപിതാക്കളാണ് പിശാചിന്റെ ബോഷ്ക് ആദ്യം വിശ്വസിച്ചത്. ആദ്യ മാതാപിതാക്കൾ ഹവ്വ വിലക്കപ്പെട്ട പഴം തനിക്ക് കിട്ടാഞ്ഞതിന്റെ പരിഭവവും പരാതിയുമായി അത്യാഗ്രഹത്തോടെ അത് നോക്കി നടന്നപ്പോൾ
വെളിയിൽ നിന്ന പിശാച് പാമ്പിനകത്ത് കയറി ഹവ്വായിയോട് ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞു. അതെല്ലാം നേരാണ് നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഏദന്തോട്ടം പോയി, സൗന്ദര്യം പോയി, പ്രകാശം പോയി, വസ്ത്രം പോയി, ഏദന്തോട്ടം പോയി, എല്ലാം പോയി, പാതാളം വരെ പോകേണ്ടി വന്നു. അപ്പോൾ പിശാച് വളരെ വിദഗ്ധമായിട്ടാണ് കള്ളം പറയുന്നത്. പിശാച് കൗശലപൂർവ്വമാണ് സംസാരിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ നോമ്പിൻ്റെ 2ാം വാരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മളും നമ്മുടെ പൂർവികരും പിശാച് പറഞ്ഞ എന്തെല്ലാം കള്ളങ്ങൾ വിശ്വസിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് എന്തുമാത്രം നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയി. പാതാളത്തിൽ പോയ പ്രാണൻ നമ്മളെ വീണ്ടും പാതാളത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഈ ഗതികേട് മാറണമെങ്കിൽ ബോഷ്കിനോട് യാത്ര പറഞ്ഞ് സത്യം മാത്രം വിശ്വസിക്കണം. അങ്ങനെ സത്യം മാത്രം വിശ്വസിക്കുകയും സത്യത്തെ മാത്രം അനുസരിക്കുകയും ചെയ്താലേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വചനമുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എവിടെയാണെന്നറിയാം വാക്യം? നമ്മളെ ബന്ധിക്കുന്നത് ബോഷ്കാണ്. പിശാച് ബോഷ്ക് പറഞ്ഞാണ് നമ്മളെ ബന്ധിക്കുന്നത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓർമ്മയിൽ നിന്ന് പറയാവോ? സുവിശേഷത്തിലുള്ളൊരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ഭാഗം ആർക്കെങ്കിലും ഓർമ്മയിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഏതാ? എത്രാമത്തെ അധ്യായത്തിലാണ്? അതിൽ ഓർമ്മയിലില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് കണ്ടുപിടുത്തം നല്ലതാണ്. അപ്പോൾ ഈ നമ്മൾ പഠിച്ച വചനങ്ങൾ മറപ്പിക്കുക എന്നുള്ളതൊന്നും പിശാചിന്റെ പരിപാടിപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ അന്ധകാര ലോകത്തിൽ പഠിച്ച ഉടനെ മറന്നു പോവുക, പ്രയോഗിക്കാൻ. അതുകൊണ്ടാണ് എഴുതിയിടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കാണുക, അതൊന്ന് കേൾക്കുക, അതൊന്ന് എഴുതുക, അതൊന്ന് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ആൻ ഇംപ്രഷൻ വിത്തൗട്ട് ആൻ എക്സ്പ്രഷൻ മേ ലീഡ് ടു ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ പല ഇംപ്രഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. അത് എഴുതിയും പറഞ്ഞും ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കാമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ആഴമായി പതിയുമെന്നാണ്. ഇത് പലപ്പോഴും പിശാച് ചെയ്യുന്ന ഇംപ്രസ് ചെയ്ത കാര്യം മറക്കത്തക്കവണ്ണം എക്സ്പ്രസ് ചെയ്യാതെ നമ്മുടെ വേറെ പല കാര്യങ്ങൾക്ക് ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോയി അതെല്ലാം പാഴായി പോവുകയാണ്. നമ്മുടെ അടിമനസ്സിലേക്ക് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ താണുപോയാൽ ഒരു പ്രയോജനമില്ല. അൺകോൺഷ്യസ് മൈൻഡിൽ, അബോധ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ ഒരു ഗുണവുമില്ല. അത് ഉപബോധ മനസ്സിലേക്ക് താഴുമ്പോൾ മറക്കാൻ തുടങ്ങും. സുബോധ മനസ്സിൽ നിൽക്കുന്നതേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് വേദവസ്തം നിങ്ങൾ എടുക്കണം, നോക്കണം, എഴുതാവുന്നവർ എഴുതണം, പറയാവുന്നവർ പറയണം. അങ്ങനെ കർത്താവ് ഇടയ്ക്ക് പ്രാർത്ഥിക്കുകയും വേണം. കർത്താവ്, ഈ വചനം എനിക്ക് വേണം, ഈ വചനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകണം, ഈ വചനത്തിന്റെ സത്യം എന്നെ സ്വതന്ത്രമാക്കണം. പിശാച് പറഞ്ഞ് ഏതൊക്കെയോ ബോഷ്കുകൾ എന്നെ ബന്ധിച്ചിരിക്കുന്നു, എനിക്കിതുവരെയായിട്ട് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാര്യം എന്താ? പിശാച് എന്തൊക്കെയോ ബോഷ്ക് നമ്മളെ സമ്മതിപ്പിച്ച് അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ യേശുക്രിസ്തു സത്യവും വഴിയും സത്യവും ജീവനുമാണ്. യേശുക്രിസ്തുവിനെ പലർക്കും കിട്ടാഞ്ഞത് എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ച് പിശാച് പല കള്ളങ്ങൾ പറഞ്ഞു. ജീവൻ വഞ്ചകനാ, കള്ളനാ, ഇവൻ പിഴച്ച സന്തതിയാണ്. ഏതാ? കല്യാണത്തിനും കല്യാണോറപ്പിനിടയിലുണ്ടായ ജാരസന്തതിയാണ്. ഇവനെ എന്തിനാ വിശ്വസിക്കുന്നത്? അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ആ ബാലനായി താൻ ഒരു യുവാവായി ജീവിക്കുന്ന കാലത്ത് നാട്ടുകാർക്കെല്ലാം പുച്ഛമായിരുന്നു. ഏതാ? കന്യാമറിയാമിനെ കല്യാണ ഉറപ്പിനും കല്യാണത്തിനിടയിൽ അവിഹിതമായി ഉണ്ടായ ഒരു ജാരസന്തതിയാണ് ഇയാള്. അയാളെ കൊണ്ടു നടക്കുകയാണ് ഈ ജോസഫിനും ഏതാണ്ട് കുഴപ്പം പറ്റി, യോസഫിനെ ഇവൾ വശീകരിച്ച് കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഈ മുൻവിധിയോടുകൂടിയാണ് യേശുവിനെ എല്ലാവരും. അപ്പോൾ യേശുവിനെ പലർക്കും വിശ്വസിക്കാനൊക്കാതെ പോയത്, ഇത് മറിയാമിൻ്റെ പിഴച്ച മോനല്ലേ, ഇന്നടത്തെ ഇന്നയാളിൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് മുൻവിധിയോടെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് ആർക്കും യേശുവിനെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. കർത്താവ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇവൻ കള്ളനാണല്ലോ, വഞ്ചകനാണല്ലോ, ഇവൻ എന്നാ പ്രസംഗിക്കുന്നത്? അപ്പോൾ കർത്താവിന് പ്രസംഗത്തിനിടയിൽ ഞാൻ തന്നെയാണ് സത്യം എന്ന് പറയേണ്ടി വന്നു. ഞാൻ തന്നെയാണ് സത്യം എന്ന് പറയേണ്ടി വന്നതിൻ്റെ കാര്യം, അവൻ ബോഷ്കാണെന്നും ബോഷ്കിൻ്റെ ഫലമാണെന്നും പറഞ്ഞ് പരത്തിയിരുന്നു. കർത്താവിന് അത് തിരുത്തി പറയേണ്ടി വരും. നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ ജാരസന്തതിയല്ല, ഞാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ലോകത്തെ രക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയാൻ കന്യയായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് നെല്ലടിയല്ല ഞാൻ ഉണ്ടായത് എന്നൊക്കെ പറയേണ്ടി വന്നത് ബോഷ്കുണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്ര ധ്യാന പ്രസംഗം കേട്ടാലും എത്ര പ്രാവശ്യം സങ്കേതമത്തിൽ വന്നാലും ഇതുവരെയും ഗുണം പിടിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ ഉള്ളിൽ ഒത്തിരി മുൻവിധികളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, സംശയങ്ങളുണ്ട്, മിഥ്യാബോധങ്ങളുണ്ട്, ബോഷ്ക്ക് വിശ്വസിച്ചിട്ടുമുണ്ട്. ആ ബോഷ്കിനെ സ്ഥിരപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ട കാര്യങ്ങൾ, ഞാൻ ചിന്തിക്കുന്ന കാര്യം ശരിയാണോ എന്ന് വേണ്ട വല്ല ഗുണമുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ പിശാച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഗർഭം മുതലേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അധികം പാഠങ്ങൾ പഠിക്കുന്നത് ഗർഭത്തിൽ വെച്ചാണ്. ഇത് അമ്മമാർക്ക് വല്ല പിടിയും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഈ നമ്മുടെ പല സ്വഭാവങ്ങളും ഗർഭത്തിലെ കിട്ടിയതാ.
ഗർഭത്തിൽ കിടന്ന സമയത്ത് അമ്മയും അപ്പനും വായിച്ച കാര്യങ്ങൾ, അമ്മയും അപ്പനും പറഞ്ഞ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ വഴക്ക് പിടിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഈ നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിട. അപ്പോൾ നമ്മൾ ഗർഭം മുതലേ മാതാപിതാക്കൾ കൂടെ പൂർവികൾ കൂടെ പല ദുസ്വഭാവങ്ങളും പല മുൻവിധികളും പല മിഥ്യാബോധങ്ങളും എല്ലാം ആയിട്ട് നടക്കുകയാണ്. അതിനെല്ലാം മാറ്റം വന്നതിൽ രക്ഷപ്പെടാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മുൻവിധിയും ഇല്ലാതെ കർത്താവെ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം ഞങ്ങളെ സത്യത്താൽ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 8-ാം അധ്യായത്തിലുണ്ടോ നോക്കി, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അന്നുണ്ടായിരുന്ന പരീശന്മാരോട്, അന്നുണ്ടായിരുന്ന യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളും ബോഷ്ക്ക് വിശ്വസിച്ചിരിക്കുന്നു, ബോഷ്ക്ക് വിശ്വസിച്ചിരിക്കുന്നതായ നിങ്ങളുടെ അപ്പൻ പിശാചാണെന്നാണ് പറഞ്ഞത്. അതെ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തില് അങ്ങനെ കർത്താവ് തരി തീർത്ത് മുൻവിധിയോടെ തെറ്റിദ്ധാരണയോടെ ഇരിക്കുന്നതോട് പറഞ്ഞു, നിന്റെ അപ്പൻ പിശാചാണെന്ന് പറഞ്ഞു. അവന്റെ പണി കള്ളം പറയുകയും കള്ളം പറയുന്നവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത് ഒന്നുകൂടെ ജനിച്ചെങ്കിൽ മാത്രമേ സത്യം ഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ. എത്രാം വാക്യത്തില്ല? 8:42 എന്താ പറയുന്നത്? 32 എന്ത് പറയുന്നു? സത്യം അറിയുകയും, അതെല്ലാരും ചേർന്ന് പറഞ്ഞാൽ അപ്പോൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അസത്യം അറിയുകയും നമ്മൾ ബന്ധനത്തിലാകുകയും ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സ്വയപരിശോധന ചെയ്യണം. കർത്താവ്, ഞാൻ എന്തെല്ലാം ബോഷ് കാലിൽ കൂടി എല്ലാം വിശ്വസിച്ചിരിക്കുന്നു. പിശാചൻ ഞാൻ ഗർഭത്തിൽ കിടന്നപ്പോൾ എന്തെല്ലാം ബോഷ് എന്നോട് പറഞ്ഞു. മാതാപിതാക്കൾ കൂടെയും സാഹചര്യങ്ങൾ കൂടി എന്തെല്ലാം ബോഷ്ക്ക് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ എത്ര ബന്ധനം എനിക്കുണ്ട് അതിന് കണക്കറിയണം. അങ്ങനെ ബന്ധങ്ങളിൽ കൂടെയുള്ള ബന്ധനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് ബോഷ്കിൽ കൂടെയുള്ള ആ ബന്ധനങ്ങൾ, ഒന്നിന് ബന്ധനം പല ഇനമാണ്, പലയിനം ബന്ധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഗർഭം മുതൽ പിശാച് പറഞ്ഞ ബോഷ്ക്ക് വിശ്വസിച്ചിട്ട് ബന്ധിക്കപ്പെട്ട ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കർത്താവ് സത്യത്താൽ നമ്മളെ സ്വതന്ത്രമാക്കണമെന്ന് ആ വാക്യം എവിടെയാ? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞാൽ എത്രാം വാക്യത്തില്ല? 32 സംഗതി. അതെ. അപ്പം നിങ്ങളുടെ അപ്പൻ പിശാചാന്ന് പറയുന്ന ഏത് ഭാഗത്താണ്? നിങ്ങൾ പിശാചെന്ന മക്കളാകുന്നു, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ. അപ്പൊ പിശാച് ജീവിക്കുന്ന മോഹം കൊണ്ടാ. മോഹം, പാപം, മരണം, ഇതാ അവന്റെ പരിപാടി. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവന് സത്യമില്ലാത്തതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നുമില്ല. അവൻ വ്യാജം സംസാരിക്കുമ്പോൾ അവൻ സ്വയത്തിൽ നിന്നെടുത്ത് വ്യാജം പറയുന്നു. അവൻ വ്യാജം പറയുന്നവനും അവൻ അതിന്റെ പിതാവുമാണ്. എത്രാം വാക്യം അത്? 44. അപ്പൊ യോഹന്നാൻ 8:44 പിശാചിന് കൊടുത്തിരിക്കുന്ന നിർവചനം, അവൻ കൊലപാതകനാണ്, കള്ളം പറയുന്നവനാണ്, കള്ളം പറയുന്നവർ ജനിപ്പിക്കുന്നവരുമാണ്. അങ്ങനെയാണോ ജനിച്ചത്? കാണുകയല്ലേ? അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ പരിശുദ്ധരുടെ ശുദ്ധിമതികൾ പോലും ആയിരുന്നോ? അല്ല. അവരൊത്തിരി കള്ളങ്ങൾ വിശ്വസിച്ച് ബന്ധനത്തിലായിരുന്നു. അതുകൊണ്ട് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ബന്ധരിച്ചെന്ന് പറയും. അപ്പൊ അവിടെ തൊട്ട് പണി തുടങ്ങണം. കർത്താവ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ കള്ളതിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പനെ അമ്മയും പിശാച് പഠിപ്പിച്ച കള്ളവും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ബന്ധിക്കപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, സത്യം ഗ്രഹിക്കാനും എനിക്ക് കഴിവില്ല. എന്നെ ഈ പിശാച് പറയുന്ന ബോഷ് മാത്രമേ എനിക്ക് വിശ്വസിക്കാനൊക്കെയുള്ളൂ. കാരണം അവന് റിമോട്ട് കൺട്രോൾ അവൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇപ്പോൾ മിലിറ്ററിക്കാർക്ക് നമ്മളൊരു എഴുത്തയച്ചാൽ അവർക്ക് കയ്യിൽ കിട്ടുകയില്ല, കമാൻഡർ കയ്യിലേ കിട്ടുകയുള്ളൂ. അവർ പൊട്ടിച്ച് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും രാജ്യദ്രോഹപരമായ കാര്യം അതിനകത്തുണ്ടോ നോക്കി ഒരു കുഴപ്പമില്ലെന്ന് മാത്രം കണ്ടല്ലേ എഴുത്ത്. അപ്പോൾ ഏതെല്ലാം എഴുത്തയച്ചാലും ഒരു കട്ടാളക്കാരന് നേരിട്ട് കിട്ടുമോ? അത് കമാൻഡറുടെ കയ്യിൽ കൂടെ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ പിശാചിന്റെ കയ്യിൽ, പിശാചിന്റെ രാജ്യത്ത് താമസിക്കുന്ന നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആരുടെയും ആ സന്ദേശം കിട്ടും? പിശാചിൻ്റെലേ കിട്ടുള്ളൂ. പിശാച് അവന്റെ രാജ്യം തകരാൻ പറ്റിയ വലിയ വിഷയം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുകയില്ല, അല്ലെ വേറെ തരത്തിൽ അത് തിരിച്ചു കളയും. അപ്പം നമുക്ക് ഇതുവരെയായിട്ട് വേദോസം വായിച്ചിട്ട് രക്ഷപ്പെടാനൊക്കാത്തതിന് കാര്യമില്ല. നമ്മൾ വേദോസം വായിച്ചാലും പ്രസംഗിച്ചാലും നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണും നമ്മുടെ പഞ്ചായത്തിന് ആരുടെ കയ്യിലാ? അവന്റെ കയ്യിൽ കൂടെ സെൻസർ ചെയ്ത് കഴിഞ്ഞോട്ട് വരുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. കർത്താവേ, ഞാൻ കണ്ടതും കേട്ടതും പറഞ്ഞതായ കാര്യങ്ങളെല്ലാം അശുദ്ധമാണ്, അത് പിശാചിന്റെ കയ്യിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവന്റെ രാജ്യവും അവന്റെ ഭരണവും അവന്റെ അധികാരവും പോകാതിരിക്കാൻ പറ്റിയ വിധത്തിൽ മാത്രമേ അവൻ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയുള്ളൂ. ദൈവമേ, അങ്ങനെ എന്തെല്ലാം ബോഷ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ഞാൻ തൂത്തു കളഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് കയറി മുഴുവൻ കുഴഞ്ഞിരിക്കുക. ആദ്യം ഹവ്വായുടെ കമ്പ്യൂട്ടറിലാണ് വൈറസ് കയറിയത്. ആ വൈറസ് മാറ്റി ആന്റി വൈറസൊക്കെ കയറ്റി ക്ലീനാക്കാൻ 4000 കൊല്ലം വേണ്ടി വന്നു. എത്ര നാൾ അവിടെ കിടന്നു? എവിടെയാ കിടന്നത്? പാതാളത്തിൽ. കർത്താവ്
മാതാവിൽ നിന്നെടുത്ത ശരീരം കൊണ്ട് ആ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ആ പാതാളത്തിൽ പോയി അവരോട് സത്യം പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളെന്ത് അബദ്ധങ്ങളാണ് വിശ്വസിച്ചിരുന്നത്. ശരിക്കും സത്യം അവർ ഗ്രഹിച്ചത് എപ്പോഴാണ്? കർത്താവ് പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോഴാണ്. കർത്താവ് പാതാളത്തിൽ പോയി പ്രസംഗിച്ചെന്നുള്ളത് എവിടെ എഴുതിയിരിക്കുന്ന അറിയാം? പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. കർത്താവ് പാതാളത്തിൽ പോയി പ്രസംഗിച്ചത് പിശാച് കൊടുത്തതായ ബോഷ്കെല്ലാം തല്ലിപ്പൊളിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആദാമിന്റെ കാലം മുതൽ അനേകർ പാതാളത്തിൽ കിടപ്പുണ്ടായിരുന്നു. കർത്താവ് അവിടെ ചെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു പ്രസംഗം നടത്തി. 1 പത്രോസ് എത്ര അധ്യായത്തിലാണ്? 3-ാം അധ്യായത്തിലാണോ എന്ന് നോക്കി. അവൻ പാതാളത്തിൽ പോയി പ്രസംഗിച്ച കാര്യം അവിടെയുണ്ട്. ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്താണോ നോക്കി. അവസാനത്തെ ഒരു 10 വാക്യത്തിന്റെ ഇടയിൽ കാണും. 1 പത്രോസ് 3:19 എന്നാ പറയുന്നു? ആത്മാവിൽ കർത്താവ് ചെന്നു തടവിലുള്ള ആത്മാക്കളോട്. അപ്പൊ നമ്മൾ തടവിലാകാൻ സാധ്യതയുണ്ട്. പിശാച് നമ്മളെ തടവിലാക്കും. അപ്പൊ ആദാമും ഹവ്വയും എവിടെയായിരുന്നു? പാതാളത്തിലെ തടവിലായിരുന്നു. അവർ അന്ധകാരത്തിലായിരുന്നു, മരണത്തിന്റെ കീഴിലായിരുന്നു. അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? 19-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവരാകട്ടെ നോഹയുടെ കാലത്തെ പെട്ടകം പണിതപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. അപ്പൊ നോഹ 120 കൊല്ലം പ്രസംഗിച്ചത്. അപ്പൊ അവര് മോശം പറഞ്ഞ നോഹ പറഞ്ഞ് വിശ്വസിച്ചോ? കാര്യം എന്നാ? ഇത് ഭ്രാന്താന്നാ വിചാരിച്ചത്. മോശ ഒരു മലയുടെ മുകളിലാണ് പെട്ടകം പണിതുകൊണ്ടിരിക്കുന്നത്. ആ കൂടെ പോയി പ്രസംഗിക്കുന്നത് വെള്ളം വരാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, നിങ്ങൾക്ക് പാവികളാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലേ, വെള്ളം കുടിച്ചാവും. കപ്പൽ എവിടെയാണ് ഇരിക്കുന്നത്? മലയുടെ മുകളിൽ. അപ്പൊ അവർ വിചാരിച്ചതൊരു ബോഷത്വം, അല്ലെങ്കിൽ മലയുടെ മുകളിൽ വല്ലതും വെള്ളം വരുമോ? കപ്പൽ പണിയേണ്ടത് എവിടെയാ? സമുദ്രത്തിന്റെ തീരത്തോ നദീതീരത്തൊക്കെയാ. അങ്ങനെയാണെങ്കിൽ അത് പ്രയോജനപ്പെടുമെന്ന് പറയാം. ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് എല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. അപ്പം നോഹ പറഞ്ഞത് സത്യമായിരുന്നു. കേട്ടവർക്ക് എന്നാന്ന് തോന്നി? ബോഷ്കാന്ന് തോന്നി. ബോഷ്കാന്ന് പറഞ്ഞു കൊടുത്ത ആരാ? അവരെ മുക്കി കൊല്ലാൻ ആഗ്രഹിച്ച പിശാച. അപ്പൊ നമ്മൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവി മന്ത്രിക്കുന്നുണ്ട്, ഈ റംബാച്ചൻ ഇങ്ങനെ പ്രാണനെന്നും പാതീസായെന്നും അതൊക്കെ ഇയാൾക്ക് ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഇത് ഇയാൾ ഇങ്ങനെയൊക്കെ പറയും, സ്വയപരിശോധന സഹായം തരും, ഇങ്ങനെ മഞ്ഞ പേപ്പർ ഇങ്ങനെ കുറിച്ചു തരും. അത് ഇഷ്ടമുള്ളവർക്ക് നല്ല മാർക്ക് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് ചീത്ത മാർക്ക് കൊടുക്കും. എന്താ ഈ വന്നിരിക്കുന്ന ഒരു പരാതി? ഇതാ മഞ്ഞപ്പേപ്പർ ആയിരക്കണക്കിന് ഇരിപ്പുണ്ട്. ഇതൊക്കെ വാർത്തിച്ചപ്പോൾ ദൈവം എഴുതി കാണിച്ചതായി പറയുന്നത്. അല്ലാതെ ഇവരോട് വല്ലതും പക്ഷാഭേദമുണ്ടോ? ഒരു പക്ഷാഭേദവും ഇല്ല. അതുകൊണ്ട് ഈ നമ്മുടെ ആത്മീയ നിലവാരം അളക്കുന്ന ഒരു മെഷീനുണ്ട് ഇവിടെ. അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ ആത്മീയ നിലവാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ എഴുതിക്കാം. മെനേ തെക്കൽ ഫാർസീൻ, ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ അതിന്റെ സ്ക്രീൻ ഉണ്ടായിരുന്നു. തൂക്കി കുറവുള്ളതിനെ കണ്ടിരിക്കുന്നു. ആ മെഷീനെല്ലാം പക്ഷാഭേദം രാജാവിന് പിണക്കം ഉണ്ടായിട്ടാണ് അങ്ങനെ എഴുതിയ. രാജാവിനോട് പിണക്കം ഉണ്ടായിട്ട് മെഷീൻ തന്നെ എഴുതിയതാണത് അല്ല. ആ സ്ക്രീനിൽ ദൈവാത്മാവ് അത് എഴുതി കിടന്നതാ. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിന് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൊണ്ട് വിരോധം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ വൈറസ് കയറിയിരിക്കുന്നു, ആന്റിവൈറസ് കയറ്റെന്ന് പറഞ്ഞത് നമുക്ക് പണി തരാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ അപവാദം വല്ലതും ആണോ? കമ്പ്യൂട്ടറിന് അത് വൈറസ് കയറി അത് നേരിട്ടങ്ങ് പറയുന്നത് വൈറസ് കയറിയിരിക്കുന്നു, ഇത്തരം ഫയലുകൾ കുഴപ്പത്തിലാണ്, ആന്റിവൈറസ് കയറ്റിയിൽ എല്ലാം പോവും എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ വെളിപ്പാടിന് പക്ഷാഭേദമുണ്ടോ? അതെ, സത്യത്തിന്റെ ആത്മാവ് സത്യമേ പറയുള്ളൂ. ആ സത്യം എഴുതി കാണിക്കും. ആ സത്യം പറയാനും നിവർത്തിക്കാനും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് വിളിച്ചു പറയുകയും ചെയ്യും, അല്ല എഴുതി തരികയും ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ ആളിനോ എഴുതിയ ആളിനോ നമ്മുടെ പക്ഷാഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സ്കാനിങ് മെഷീനിൽ നമ്മളോട് വിരോധം വല്ലതും ഉണ്ടോ? ക്യാൻസർ ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് നമ്മളെ പണം കളയാനോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണോ? ഈ മെഷീൻ യാതൊരു പക്ഷാഭേദവും ഇല്ല. ഈ മെഷീൻ ഉണ്ടാക്കിയ ആളിന് ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ഒന്നും പറയും. ഇത് കുറിച്ചു കൊടുത്തിരിക്കുന്ന ഡോക്ടർക്ക് ക്യാൻസർ ഉണ്ടെങ്കിലും പറയും ഇതിന് അസുഖമുണ്ടെന്ന് പറയും. അത് പക്ഷാഭേദം കൊണ്ടാണോ? അല്ല. പലർക്കും ഈ ധ്യാനമന്ദിരത്തിൽ വന്നിട്ട് യുവാഗത്തിന്റെ കാര്യം എന്നറിയാവും. ഇത് റംബാച്ചിന്റെയും റോമനിയുടെ ഒരു പരിപാടിയാണ്. റോമനി അവിടെ ഇരിക്കും, റംബാച്ചിന് ഇവിടെ ഇരിക്കും. അയാളെ കൊണ്ട് എഴുതിച്ച് എന്നെ അപമാനിക്കുകയാണെന്നാണ് പറയുന്നത്. ആ ധാരണയും കൊണ്ട് ഇന്ന് രക്ഷപ്പെടുവോ? ഇത്രയും നാളായിട്ട് പ്രാണൻ 100 കാര്യം തന്നെ അങ്ങനെ പരാതി വന്നിട്ടുണ്ട്. ഇയാള് ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ല മാർക്ക് കൊടുക്കും. അവർക്ക് 100 പ്രാണൻ, അല്ലാത്തവർക്ക് 50 പ്രാണൻ. 50 പ്രാണനെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പ്രാണൻ, ഇഷ്ടമില്ലാത്തവർക്ക് 0. അവർക്ക് ബന്ധനം കൂടുതൽ, താങ്ങിയും മുടക്കിയും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ അയാൾ റംബാനെ
കൈമണി അടിക്കാമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓമനെ കൈമണിക്കാമെങ്കിൽ കൂടുതൽ പ്രാണം കിട്ടും. ഇങ്ങനെയൊക്കെയാ വലുത് ധരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ ഇരിപ്പുണ്ട്, കെട്ടുമ്പോഴേ ഇരിപ്പുണ്ട്, ഒരു ഗുണവുമില്ല, ചുമ്മാ വായിച്ചേച്ചു പോ, ഇത് ഇയാൾക്ക് ഇങ്ങനൊരു പണിയുണ്ടെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം. അതിനെ ബന്ധുക്കോസിലായാൽ അടുത്ത ബന്ധുക്കോസെങ്കിലും നിങ്ങളുടേതാകിൽ എൻ്റെ ജോലി കുറഞ്ഞു കിട്ടും. നിങ്ങൾ തന്നെ ഇത് സ്വയപരിശോധന സഹായിക്കുന്നത് നിങ്ങളെ കൊണ്ടത് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ പണി നിർത്തിയിരിക്കുന്നു, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. എന്താ സ്വയപരിശോധന സഹായിയും ഈ മഞ്ഞപ്പേപ്പറൊക്കെ നിങ്ങൾ തന്നെയാണ് ഇനി എഴുതി തരേണ്ടത്. കിട്ടുന്ന കാലത്ത് കൊണ്ടെന്ന് വെച്ചാൽ മതി. അതുവരെ വന്നു 7 പ്രാവശ്യം ഒന്നല്ല പറയുന്നത് എന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതോ എഴുതി കാണിക്കുന്നതോ കാണാൻ കഴിയുകൊണ്ട് അതുവരെ വന്നു. എന്നിട്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയുള്ളൂ. മനസ്സിലായോ? അപ്പം പ്രശ്നങ്ങൾ തീരുകയില്ലേ? അപ്പം ദൈവത്തിൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാ. അപ്പോൾ പരിശുദ്ധാത്മാവിന് മാത്രമേ കുറ്റബോധം വരുത്താൻ സാധിക്കുള്ളൂ. നമ്മൾ നന്നാക്കാനാ. കുറ്റം വിധിച്ചിട്ട് താറടിക്കാനല്ല, പരിഹസിക്കാനല്ല, നന്നാക്കാനാ, യുവാക്കാനാ. സ്കാനിങ് മെഷീൻ ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ വിഷമിപ്പിക്കാനാണോ? എത്രയും വേഗം അത് എല്ലായിടത്തേക്കും വ്യാപിക്കുന്നതിന് മുമ്പ്, ചാകുന്നതിന് മുമ്പ് യുവാകാൻ വേണ്ടി എവിടെ മുറിച്ച് കളയണമെന്ന് പറയുക. ആ ബോധ്യമുള്ളവർ വലിയ കാര്യത്തോടെ സ്കാനിങ് റിസൾട്ട് കൊണ്ടുപോയി ഇല്ലാത്ത പണം ഉണ്ടാക്കി ഓപ്പറേഷന് റെഡിയാകും. ആശുപത്രിയോടോ ഡോക്ടറോടോ വിരോധമെല്ലാം ഉണ്ടാവും. ഇന്ന് ധ്യാനമന്ത്രത്തോടും സങ്കേതമന്ത്രത്തോടും വിരോധമുള്ള ഒത്തിരി പേരുണ്ട്. ഇത് റംബാന്റെയും ഓമനയുടെയും പരിപാടിയാണ്. അവർ രണ്ടും കൂടെ അങ്ങോട്ട് ഇരിക്കും, എഴുത്തങ്ങ് തുടങ്ങും, ഓരോരുത്തരെ ഇഷ്ടമുള്ളവരെയൊക്കെ കയറ്റി വിടും, എല്ലാത്തിലൊക്കെ ഇറക്കി വിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ട്, ദൈവം ന്യായം വിധിക്കട്ടെ. ഇന്നത്തെ പരിപാടിയോട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ബോഷ്കാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. ആ ബോഷ്കിനെ മാറ്റണമെങ്കിൽ വഴി സത്യവും ജീവനുമായ യേശു സത്യത്തിൻ്റെ ആത്മാവിൽ സകലവും ശോധന ചെയ്ത് നല്ല മുറി പിടിക്കാൻ പഠിക്കണം. 1 തെസ്സലോനിക്കർ 5:21. പ്രാർത്ഥിക്കാം.